കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. എന്നാൽ 1128 കോടിയിലധികം രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളപ്പോഴാണ് 100 കോടി അനുവദിച്ചിരിക്കുന്നത്. കുടിശ്ശിക തുക വർദ്ധിച്ചതിനാൽ എംപാനൽ ചെയ്ത ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചികിത്സയുടെ പേരിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ്. പദ്ധതിക്കായി 100 കോടി അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് അവകാശപ്പെടുകയാണ് ധനവകുപ്പ്. എന്നാൽ കാരുണ്യ പദ്ധതിക്ക് 1128 കോടി 69,16,163 കോടിയാണ് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത്. ഇതോടെ പദ്ധതിയിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ പിന്മാറുകയാണെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു. 2023 ജൂണിൽ ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ധനകാര്യ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപസമിതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ യോഗം ചേർന്ന് 11 മാസങ്ങൾക്ക് ശേഷമാണ് സമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതുൾപ്പെടെ വൈകുന്ന സാഹചര്യത്തിലാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് ആശുപത്രികൾ അറിയിച്ചത്. വ്യാപക വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ നിലവിൽ 100 കോടി അനുവദിച്ചിരിക്കുകയാണ്. 42 ലക്ഷം BPL കുടുംബങ്ങളാണ് കാരുണ്യ പദ്ധതിയിലുള്ളത്. വർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് ലഭിക്കുക. പദ്ധതിയിൽ ഇപ്പോൾ 346 സ്വകാര്യ ആശുപത്രികളാണുള്ളത്. പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല കാരുണ്യയ്ക്ക് പുറമെ മെഡിസെപ്പ് പദ്ധതിയും കുടിശ്ശിക കാരണം പ്രതിസന്ധിയിലാണ്. ജനം, തിരുവനന്തപുരം.